ഹലോ എവരിവൺ, വെൽക്കം ടു എക്സാം ബൈ NMMS ചാനൽ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ബയോളജിയിൽ NMMSൽ ചോദിക്കുന്ന ഏരിയാസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നു. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ആയിട്ടൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒന്നാമത്തെ ഒരു ചോദ്യത്തിലേക്ക് പോകാം, അത് നമുക്ക് ചെയ്തു നോക്കാം. നോട്ട് ഈസ് എ ഫുഡ് ചെയിൻ ഗിവൺ ബിലോ. ഒരു ഫുഡ് ചെയിൻ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരു ഫുഡ് ചെയിൻ ചുവടെ കൊടുത്തിട്ടില്ല, ഭക്ഷ്യ ശൃംഖല ശ്രദ്ധിക്കുക. എന്താണ്? ഗ്രാസ്, ഡിയർ, ലയൺ. പുൽച്ചെടി, മാൻ, സിംഹം. അതായത് പുൽച്ചെടിയെ മാൻ തിന്നുന്നു, മാനിനെ സിംഹം തിന്നുന്നു. ഇതാണ് ഫുഡ് ചെയിൻ അല്ലെ, നമുക്കറിയാം. ലയൺ ഇൻ അബവ് ഫുഡ് ചെയിൻ ഈസ്, അതായത് ഈ ലയൺ എന്ന് പറയുന്നത് ഈ ഫുഡ് ചെയിനിലുള്ള സിംഹം ആരാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ആൻസർ ഉണ്ട്. സെക്കൻഡറി കൺസ്യൂമർ, പ്രൊഡ്യൂസർ, പ്രൈമറി കൺസ്യൂമർ, ടേഴ്സറി കൺസ്യൂമർ. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഓരോന്നും എന്നുള്ളത് മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രൊഡ്യൂസർ, കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, പ്രൈമറി കൺസ്യൂമർ ഇതൊക്കെ വരുന്നത് എങ്ങനെയാണ്? അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം ഒരു ഫുഡ് ഉണ്ടാവണം അല്ലെ, സ്വന്തമായി ഒരു ഫുഡ് ഉണ്ടാവണം, എന്നാലേ ബാക്കിയുള്ളവർക്ക് അത് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഒന്നാമത് വരുന്നത് ഈ ഒരു ഫുഡ് ചെയിനിലൊക്കെ ഒന്നാമത്തെ ശ്രേണിയിൽ വരുന്നത് ആരാണ്? ഫുഡ് ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു പ്ലാന്റ് ഉണ്ടാവും അല്ലെ, ഒരു ഫുഡ് ഉണ്ടാക്കാൻ കഴിവുള്ള പ്ലാന്റ് ഉണ്ടാവും. ആ പ്ലാന്റിനെയാണ് നമ്മൾ പ്രൊഡ്യൂസർ എന്ന് വിളിക്കുന്നത് അല്ലെ. ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഉൽപാദകൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എന്ന് വിളിക്കുന്ന പ്ലാന്റിനെ ആയിരിക്കും. ഈ പ്ലാന്റിനെ തിന്നുന്ന ഒരാളുണ്ടാവും അല്ലെ, പ്ലാന്റിനെ തിന്നുന്ന വല്ല ജീവിയും അല്ലെ. ഞാനിപ്പം തൽക്കാലം എന്തെങ്കിലും ഒരു ജീവി ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഏത് ജീവിയാന്ന് വിചാരിച്ച പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒന്നാമത്തെ ജീവി ആ പ്ലാന്റിനെ തിന്നുന്നത് അല്ലെ, പ്ലാന്റ് ആണ് ഫുഡ് ഉണ്ടാക്കിയത്, ആ ഫുഡിനെ തിന്നുന്ന, അതായത് കൺസ്യൂം ചെയ്യുന്ന ആൾ, ഒന്നാമത്തെ കൺസ്യൂമറിനെയാണ് നമ്മൾ പ്രൈമറി കൺസ്യൂമർ എന്ന് വിളിക്കുക. പ്രൈമറി കൺസ്യൂമർ, അതായത് പ്രാഥമിക ഉപഭോക്താവ് അല്ലെ, പ്രാഥമികമായി ഉപഭോഗം ചെയ്യുന്ന ആള്. ഇനി അതിനെ കഴിക്കുന്ന വേറൊരു ജീവി ഉണ്ടാവും, വേറൊരു ജീവി അല്ലെ, വേറൊരു ജീവി ഇങ്ങനൊക്കെ എന്താ വിചാരിച്ചോളൂ. ഓക്കെ, എന്തോ ഒരു ജീവി. ഓക്കെ, അപ്പോൾ ആ ജീവിക്ക് നമ്മൾ എന്താ വിളിക്കുക? ഇത് പ്രൈമറി ആണെങ്കിൽ ഇത് സെക്കൻഡറി അല്ലെ, സെക്കൻഡറി കൺസ്യൂമർ, ദ്വിതീയ ഉപഭോക്താവ്. ഇനി അതിനെയും കഴിക്കുന്ന ഒരു ജീവിയും കൂടി ഉണ്ടെങ്കിൽ അത് മൂന്നാമത്തെ. ഓക്കെ, പിന്നെ ടേഴ്സറി കൺസ്യൂമർ അല്ലെങ്കിൽ തൃതീയ ഉപഭോക്താവ്. ഇങ്ങനെയാണ് നമ്മുടെ ഫുഡ് ചെയിൻ ഉണ്ടാവുക അല്ലെ. ഫുഡ് ചെയിൻ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഇനി ഇതൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ആൻസറിലേക്ക് എത്താൻ സിമ്പിളാണ്. ഒന്നാമത് ഗ്രാസ് ഏതായിരിക്കും? ഗ്രാസ് പ്രൊഡ്യൂസർ ആയിരിക്കും അല്ലെ. ഗ്രാസ് എന്നാൽ ചെടിയാണ്, അതാണ് ഫുഡ് ഉണ്ടാക്കുന്ന ആള്. ഈ ഡിയർ എന്ന് പറയുന്നത് മാൻ ആരായിരിക്കും? മാന് ഈ ഗ്രാസിനെ തിന്നുന്ന ആളാണ്, അപ്പൊ പ്രൈമറി കൺസ്യൂമർ. ലയണോ സിംഹമോ? ഈ മാനിനെ തിന്നുന്ന ആൾ, പ്രൈമറി കൺസ്യൂമറിനെ തിന്നുന്ന ആളാണ്, അതാരായിരിക്കും? സെക്കൻഡറി കൺസ്യൂമർ. മനസ്സിലായോ? അപ്പോൾ ആരായിരിക്കും ഈ ലയൺ എന്ന് പറയുന്നത്? ആരായിരിക്കും? സെക്കൻഡറി കൺസ്യൂമർ അല്ലെ, ദ്വിതീയ ഉപഭോക്താവായിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഇനി ചിലപ്പോൾ ഇത് എപ്പോഴും ഇനി ലയൺ വന്നാൽ എപ്പോഴും ദ്വിതീയ ഉപഭോക്താവാണെന്ന് പറയരുത് കേട്ടോ. ഈ മാനിനെ തിന്നുന്ന വേറെ ആരെങ്കിലും ഉണ്ട്, ഫോക്സ്, ഒരു ഫോക്സ് മാനിനെ തിന്നു, ആ ഫോക്സിനെയാണ് ലയൺ തിന്നെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ ലയൺ എന്താവും? ടേഴ്സറി കൺസ്യൂമർ ആവും. അങ്ങനെ ആ പൊസിഷൻ ഇപ്പൊ ലയൺ ആണെങ്കിൽ എന്തായാലും ദ്വിതീയ ഉപഭോക്താവ് അങ്ങനെയല്ല, മറിച്ച് ആ ഒരു ഫുഡ് ചെയിൻ നോക്കുക, ഒന്നാമത്തെ പ്ലാന്റിനെ തിന്നാര്, അതിനെ തിന്നാര്, അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആൻസർ ആയിട്ട് വരിക സെക്കൻഡറി കൺസ്യൂമർ, ദ്വിതീയ ഉപഭോക്താവ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം, പിന്നെ 65ാമത്തെ ചോദ്യം നമുക്ക് ചെയ്യാം. 66ാമത്തെ ചോദ്യം പിന്നെ എന്ത് ചെയ്യുക, നമുക്ക് ഇവിടുന്ന് ചെയ്യുന്നു. 65ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരികയാണ്. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോൺട്രിബ്യൂഷൻ ഓഫ് കാൾ ലിനേഴ്സ്? കാൾ ലിനേഴ്സിന്റെ സംഭാവന അല്ലാത്തത് ഏത്? നമ്മൾ ഓരോന്നായിട്ട് നോക്കാം. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ കാൾ ലിനേഴ്സ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ടാക്സണമിക് ഹൈറാർക്കി എന്ത് ചെയ്തിട്ടുണ്ട്? പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ടേം സ്പീഷീസ് അത് ആദ്യമായി ഉപയോഗിച്ചത് കാൾ ലിനേഴ്സ് ആണെന്നാണ് പറഞ്ഞത്. അല്ല, നമുക്കറിയാം ജോൺഡ്രയാണ് അല്ലേ. അപ്പം ഇത് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്, ജോൺഡ്രയെ കുറിച്ചും അല്ലെങ്കിൽ പിന്നെ സ്പീഷീസ് എന്നുള്ള ടേം ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്ത ആരാണെന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടി ആയതുകൊണ്ടാണ് അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻ 3, തേർഡ് ഓപ്ഷൻ, ആദ്യമായി സ്പീഷീസ് എന്ന പദം ഉപയോഗിച്ചു എന്നുള്ളതാണ് കാൾ ലിനേഴ്സിൻ്റെ അല്ലാത്ത കോൺട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇനി 65ാമത്തെ ചോദ്യം നിങ്ങളുടെ ഹോംവർക്ക് ആയിട്ട് തരികയാണ്, നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക. ഐഡന്റിഫൈ ദ സെറ്റ് ഓഫ് ഓർഗാനിസം ദാറ്റ് ക്യാൻ റെസ്പയർ ത്രൂ സ്കിൻ. ത്വക്കിലൂടെ അല്ലെങ്കിൽ സ്കിന്നിലൂടെ ശ്വസിക്കാൻ കഴിയുന്ന ജീവികളുടെ കൂട്ടത്തെ കാണും. ഏർത്ത്വം, അമീബ, ഇത് രണ്ടും വേണം കേട്ടോ, രണ്ടും വേണം. അമീബ, ഫ്രോഗ്, ഏർത്ത്വം, ഹണിബി, ഏർത്ത്വം. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് രണ്ടും കൂടി ശരിയാവണം, എന്നാൽ മാത്രമേ നമുക്ക് അത് ആ ഓപ്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ, ഏതാണ് ഓപ്ഷൻ, ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ആരാണ്
കൃത്യമായി ആദ്യം കമൻറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് നോക്കാം. അവർക്ക് എല്ലാവർക്കും പരമാവധി ലൈക്കൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, കമൻറ്റ് ശരിയായി കമൻറ്റ് ചെയ്ത ആളുകൾക്ക് എല്ലാവരും ലൈക്കൊക്കെ കൊടുക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോകളിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.